ഇന്ന് നഗരവീഥികളെ അമ്പാടിയാക്കിക്കൊണ്ട് ബാലഗോകുലത്തിൻ്റെ മഹാശോഭയാത്രയുടെ സമാരംഭ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ ശ്യാം മോഹൻ അവറുകളാണ്. ബാലഗോകുലം മഹാനഗർ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകുന്നത് ശ്രീ രഞ്ജുകുമാർ എ, ബാലഗോകുലം സംസ്ഥാന സംഘടനാ കാര്യദർശിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലറായ അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സാന്നിധ്യമായി എത്തിയിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യവർമ്മ അവറുകളെ ഞാൻ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സാന്നിധ്യമായി എത്തിയിട്ടുള്ള മുൻ കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവറുകളെ സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ സാന്നിധ്യമായി എത്തിയിട്ടുള്ള ജില്ലാ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അവറുകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനും വളരെ ദീർഘകാലമായി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ മാന്യ സേതുവട്ടനെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങ് ധന്യമാക്കാനായി എത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരും മാന്യ സംഘബന്ധുക്കളും സംഘ അധികാരികളും പരിവാർ അധികാരികളും എല്ലാ സമനസ്സുകളെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള ഉണ്ണിക്കണ്ണന്മാരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഈ ശ്രീകൃഷ്ണ ജയന്തിയിലെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. കുട്ടികൾ ദൈവത്തിൻ്റെ ഭൗതിക രൂപങ്ങളാണ്, ജീവനുള്ള രൂപങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണിക്കണ്ണന്മാരായിട്ട് അവർ മാറുന്ന അവസരത്തിൽ ദൈവാംശമാണ് നമ്മളവരിൽ കാണുന്നത്. ലോകം കണ്ട ഒരു പൂർണ്ണ മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ. കാരാഗ്രഹത്തിൽ തുറന്നിട്ട് മനുഷ്യന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്ത ദൈവമാണ്. എങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യം? മാത്രമല്ല, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള ആ സ്വാതന്ത്ര്യം, അതെല്ലാം തന്നെ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചു. മറ്റൊന്ന്, പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നതെന്ന് പഠിപ്പിച്ച ശ്രീകൃഷ്ണൻ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എല്ലാം തന്നെ, ദുരന്തങ്ങൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നതുകൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദ്രൗപദി ആക്ഷേപിക്കപ്പെട്ട അവസരത്തിൽ, വസ്ത്രാക്ഷേപം നടത്തിയ അവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് കൃഷ്ണനാണ്. തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടിയുണ്ട്. ലിബറലൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം തന്ത്രമെന്ന് അത് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചിന്താക്കുഴപ്പമുണ്ടാകുന്ന അവസരത്തിൽ ഏതാണ് ശരി, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശാശ്വതമായിട്ടുള്ള സത്യമെന്ന് ഗീതയിലൂടെ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അംശങ്ങളെല്ലാം ഉണ്ണിക്കണ്ണന്മാരിലൂടെ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബാലഗോകുലത്തിൻ്റെ ഈ പരിപാടി ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മുൻ കേന്ദ്ര സഹമന്ത്രി, ബാലഗോകുലത്തിൻ്റെ സാരഥികളെ, കാര്യദർശികളെ, രക്ഷാധികാരികളെ, ഗോകുല അംഗങ്ങളെ, ഗോകുലാംഗങ്ങളുടെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സംഘാടകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 38 വർഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞനായിട്ട് ഭാരതത്തിനു വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം സിദ്ധിച്ചതിന് ശേഷം ഈ പുണ്യമായിട്ടുള്ള ഒരു സംഘടനയിൽ ബാലഗോകുലത്തിൻ്റെ തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ രക്ഷാധികാരിയായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയത് ഭഗവാന്റെ ഒരു അനുഗ്രഹവും പുണ്യാത്മാക്കളുടെ ഒരു അനുഗ്രഹവും എല്ലാമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഹൈന്ദവ പാഠങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ പ്രിൻസിപ്പിൾസിനെ ഇത്രയും വളരെ കർക്കശമായി അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പാലിച്ചിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നുള്ളൊരു വലിയ മനുഷ്യൻ്റെ ശിഷ്യനായിട്ട് ISROയിൽ എനിക്ക് നിരവധി സന്ദർഭങ്ങളിൽ ഇൻട്രാക്ട് ചെയ്യാനും വളരാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയും ബാക്കിയുള്ള നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ അദ്ദേഹം ഒരു ട്രൂ ഹിന്ദു ആണെന്നുള്ളൊരു ശരിക്കുള്ള ഹൈന്ദവ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാത്മാവിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഗുരുത്വത്തിൻ്റെ അനുഗ്രഹവും എല്ലാം കൂടെയാണെന്ന് കരുതുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ബാലഗോകുലം എന്നുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശക്തി അത് വളരെയധികം ശ്രേഷ്ഠമായ ഒരു പ്രിൻസിപ്പിൾ ഉൾക്കൊള്ളുന്ന ഒരു മൂവ്മെൻ്റാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ്. കാരണം നമ്മൾ കൊച്ചുകുട്ടികളെ ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ ഇവിടെ കാണുന്നത് ആ വേഷങ്ങളിൽ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളിൽ ഭഗവാനെ കാണാനുള്ള ഒരു പ്രേരണയാണ്. തത്വമസി എന്ന് പറയുന്നത് പോലെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളിലെ ഈശ്വരനെ ദർശിക്കാനും അവർക്കും ഞാൻ ഈശ്വരനാണ് എന്നുള്ളൊരു തോന്നൽ, അതാണ് സത്യം. നമ്മൾ ഓരോരുത്തരിലുമുള്ള ചൈതന്യമാണ് ഈശ്വരൻ എന്നുള്ള ചൈതന്യം. അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓരോ കുഞ്ഞുങ്ങളെയും ഭാരതത്തിൻ്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റാനുള്ള ഒരു മുന്നേറ്റമാണ് ഈ ബാലഗോകുലം എന്നുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഈ കുടുംബം. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ, അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഗോകുലങ്ങൾക്കൊരു പാഠ്യപദ്ധതി സമഗ്രമായിട്ടുള്ള അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പാഠ്യപദ്ധതി 17 വയസ്സ് വരെ ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല ശ്രേഷ്ഠരായ ഭാരതീയരായിട്ട് അല്ലെങ്കിൽ പുണ്യാത്മാക്കളായിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന പൗരന്മാരായിട്ട് ദേശീയ വിശ്വപൗരന്മാർ എന്നുള്ള നിലയിൽ തന്നെ വരാൻ യോഗ്യതയുള്ള കുട്ടികളായിട്ട് വളർത്താനുള്ള ഒരു രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി, എല്ലാ കാര്യങ്ങളും അവരെ കുഞ്ഞിലേ തന്നെ പരിശീലിപ്പിച്ച് അത് പ്രാവർത്തികമായിട്ടും എല്ലാ തരത്തിലും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അവരിലുണ്ടാക്കി അവരെ നമ്മുടെ രാഷ്ട്രത്തിന്, ഭാരതത്തിന് ഒരു സംഭാവനയായിട്ട് ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു പൗരന്മാരായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു മുന്നേറ്റമാണ്. അപ്പോൾ ആ മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ബഹുമാനമുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഗുരുജനങ്ങളെ, ഏറ്റവും പ്രിയമുള്ള അമ്മമാരെ, ബാലികാ ബാലന്മാരെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണ രാധാവേഷം ധരിച്ച് ഈ ദിവസത്തെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബാലികാ ബാലന്മാരെ ഏവർക്കും ജന്മാഷ്ടമി ബാലദിനാശംസകൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ബാലദിനമായിട്ടാണ് ബാലഗോകുലം ആഘോഷിക്കുന്നത്. ഭഗവാൻ കുട്ടിക്കാലത്ത് മണ്ണുവാരി തിന്ന സമയത്ത് അമ്മ യശോദ ശാസിച്ചുകൊണ്ട് വാപിളർന്നു നോക്കുന്ന സമയത്ത് ഭഗവാന്റെ വായ്ക്കുള്ളിൽ 14 ലോകങ്ങളെയും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ വിശ്വത്തെ ആദ്യമായി ഭഗവാൻ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് വരുന്ന ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള വിശ്വരൂപ ദർശനം നടത്തുന്നതിന്, കുട്ടികളെ കൃഷ്ണന്മാരാക്കി മാറ്റുവാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച അമ്മമാർ ഒക്കത്ത് അവരുടെ കുഞ്ഞിനെ ഉണ്ണിക്കണ്ണനായി വേഷമൊരുക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഗ്രാമവീഥികളെ ഒരമ്പാടിയാക്കി മാറ്റുന്ന സുദിനമാണ് ഇന്ന്.
1975 അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിലാണ് ബാലഗോകുലം പിറവിയെടുക്കുന്നത്. എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിറവിയെടുത്തത് അതേ സാഹചര്യമായിരുന്നു അന്നത്തെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ബാലഗോകുലം പിറവിയെടുക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾക്കെതിരെ ഭാവി തലമുറയെ വാർത്തെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബാലഗോകുലം അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ബാലഗോകുലം അതിൻ്റെ ജന്മാഷ്ടമി സന്ദേശം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷത്തെ ബാലഗോകുലത്തിൻ്റെ സന്ദേശം പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളതാണ്. സന്തോഷമുണ്ട്. രാധയും കൃഷ്ണനുമായിട്ട് അനന്തപുരി വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. മനോഹര നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഭഗവാനെ കാണുന്നത് അതെ ഈസ്റ്റ് ഫോർട്ടിലാണ്. ഈസ്റ്റ് ഫോർട്ട് താമസിക്കാം. അതെ ശ്രീകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് അതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. രാധയും കൃഷ്ണനുമായിട്ടൊക്കെ വേഷം ധരിച്ചിട്ട് അതെ ലോ പഠിക്കും. LLB സ്റ്റുഡൻസ് LLB പഠിക്കാണ്. കുഞ്ഞുങ്ങളെ കൃഷ്ണന്റെ വേഷം ഗോപികയുടെയും കൃഷ്ണന്റെയും വേഷം കെട്ടിക്കണമെന്ന് എത്രയോ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. അത് ഇന്നാണ് അതിനൊരു നമുക്കൊരു ഭാഗ്യം കിട്ടിയത്. കൃഷ്ണന്റെ ജന്മദിനമായിട്ട് എല്ലാ വർഷവും ഈ കുഞ്ഞുങ്ങളെ ഇതേപോലെ വേഷം കെട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയാണ്. കുഞ്ഞിലേ മുതൽ ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയൊക്കെ ഞങ്ങൾ ശോഭയാത്രയ്ക്ക് വരാറുണ്ട്. അപ്പം ഈ വർഷം എനിക്ക് ഭാരത് മാതയായിട്ട് വേഷം കിട്ടാനുള്ളൊരു അവസരം കിട്ടി. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിച്ച് നമ്മൾ ഈ പാട്ടൊക്കെ പാടി നടക്കുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്. നമ്മൾ ഇപ്പം ഓരോരുത്തരും ഓരോ ഏജിലാണ്. ഇപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഡിഗ്രിയാണ്. നമ്മുടെ ഏറ്റവും LKG പഠിക്കുന്ന കുട്ടികൾ മുതൽ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നടക്കും. ഞങ്ങളിവിടെ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമാശകൾ പറയും, അടിച്ചു പൊളിച്ചാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ വരുന്നതാണ്.
വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി ഇതിൻ്റെ കൂടെ നടക്കണമെന്നുള്ളത്. അതെ, ആ കണ്ടിട്ടുണ്ട്. ഒരു ആവേശം കയറുക കളിക്കാൻ.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.